അടുത്തതാണ് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു, എക്സ്ട്രൂഷൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ബ്ലെൻഡാണ്. ബ്ലെൻഡ് പറഞ്ഞാൽ നമ്മൾ അടിയിൽ വേറെ ഷേപ്പ് മുകളിൽ വേറെ ഷേപ്പ് ക്രിയേറ്റ് വേണ്ടിയിട്ട് കാര്യമായിട്ട് യൂസ് ചെയ്യാറാണ്. യൂസിങ് കുറവാണ്, എന്നാലും മനസ്സിലാക്കിക്കുക. ഇത് ഫസ്റ്റ് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒബ്ജക്റ്റ് വരക്കണം. ഇപ്പോൾ റെക്റ്റാങ്കിൾ എന്തെങ്കിലും വരക്കുക. അപ്പോൾ നമുക്ക് ആദ്യം സെറ്റ് വർക്കിംഗ് പ്ലെയിൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് പ്ലെയിൻ സെറ്റ് ചെയ്യണം. ആദ്യം സെറ്റ് വർക്കിംഗ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ തൽക്കാലം ഇവിടെ ലെവൽ 1 ആക്കി. അപ്പോൾ ടോപ്പ് വ്യൂയിലേക്ക് എടുക്കും, ഓക്കെ ഇട്ട് കൊടുത്തു. ഇനി റെക്റ്റാങ്കിൾ എന്തെങ്കിലും വരച്ചു, ഇവിടെ റെക്റ്റാങ്കിൾ വരച്ചിട്ട് കൊടുത്തു. അതിനുശേഷം എഡിറ്റ് ടോപ്പിന് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താ സർക്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഫിനിഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുകളിൽ എന്ത് ചെയ്യാം, അത് മാറും. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാൻ പറ്റും. അതാണ് ഈ ബ്ലെൻഡ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് മോഡൽ ജസ്റ്റ് ചെയ്ത് നോക്കുക, പല മോഡലൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാനൊക്കെ പറ്റും. സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്തു. അടുത്ത ഓപ്ഷനാണ് അതിൽ തന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് റിവോൾവ്. റിവോൾവ് ഉദ്ദേശിക്കുന്നത് പല മോഡൽ ഡിസൈൻ ചെയ്യാൻ പറ്റും, പല ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വർക്കിംഗ് പ്ലെയിൻ സെറ്റ് ചെയ്യാണ്. സെറ്റ് വർക്കിംഗ് പ്ലെയിൻ ക്ലിക്ക് ചെയ്തു, പിക്ക് പ്ലെയിൻ എടുത്തു, ജസ്റ്റ് ഏതെങ്കിലും കറക്റ്റ് വ്യൂ ഇട്ടാണ് ആ വ്യൂ എടുത്തു. എന്നിട്ട് ലെഫ്റ്റ് വ്യൂ ഇട്ടു. ഇനി റിവോൾവ് എടുത്തതിന് ശേഷം വരക്കാണ്, എന്തെങ്കിലും ഒബ്ജക്റ്റ് വരക്കണം. ബൗണ്ടറി ലൈൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബൗണ്ടറി ലൈനും ആക്സിസ് ലൈനും ഉണ്ടാവും. ഈ ബൗണ്ടറി ലൈൻ വെച്ച് നമുക്ക് ഒബ്ജക്റ്റ് വരച്ചുണ്ടാക്കുക. നമ്മൾ വരക്കാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഒരു സൈഡ് മാത്രം വരച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഇട്ട് കൊടുത്തു, ഇട്ട് കൊടുക്കുക, അങ്ങനെ കട്ടിങ് ഇട്ട് കൊടുത്തു. ഇനി ആർക്ക് എടുക്കണേ ആർക്ക് എടുക്കുക, ആർക്ക് സെലക്ഷൻ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ആർക്ക് എടുക്കുക, ഇങ്ങനെ ആർക്ക് എടുക്കുക. ഇനി വീണ്ടും ലൈൻ എടുത്തു. നമുക്ക് ഇവിടെ ക്ലോണ്ട് അങ്ങനെ ക്ലോസ് ചെയ്യണം, നേരെ ക്ലോസ് ചെയ്തിട്ടു. അതിനുശേഷം ആക്സിസ് ലൈൻ എടുക്കുക. ഇതിൽ ഇവിടെ ആക്സിസ് ലൈൻ വെച്ചിട്ട് കൊടുക്കുക, നല്ല കറക്റ്റ് ആയി മാറുമ്പോൾ. ആക്സിസ് ലൈൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നേരെ അടിയിക്കായിക്കാണ് അതിൻ്റെ ഷേപ്പ് വരിക. അതിപ്പോൾ ഫ്രണ്ടിലേക്കായിട്ട് നേരെ ഷേപ്പ് വരും. നേരെ ഫിനിഷ് ഇട്ട് കൊടുക്കുക, നല്ല ഷേപ്പായി മാറി. അങ്ങനെ ഏത് ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, പല മോഡലും നമുക്ക് എന്തെങ്കിലും വരച്ചുണ്ടാക്കാൻ ഇത് പറ്റും. അതാണ് റിവോൾവ് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സ്വീപ്പ്. സ്വീപ്പ് എന്നതിനൊക്കെ പല എഡ്ജിലൊക്കെ പല ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് യൂസ് ചെയ്യാറ്, സ്വീപ്പ് ഉപയോഗിക്കാറ്. അപ്പോൾ സ്വീപ്പ് എടുത്തു. പിന്നെ നമുക്ക് എന്താ ഉദാഹരണത്തിന് ഇവിടെ ചെറിയ കട്ടിങ് കൊടുക്കണം ചെയ്യാം. സൺഷെയ്ഡിൻ്റെ എഡ്ജിൽ കുറേ കട്ടിങ് കൊടുക്കണമെങ്കിൽ 2 ടൈപ്പ് പാത്ത് വരക്കാം. സ്കെച്ച് പാത്തുണ്ട്, പിക്ക് പാത്തുണ്ട്. നമുക്ക് സുഖം എന്താ പിക്ക് പാത്താണ്, ജസ്റ്റ് പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഇങ്ങനെ പിക്ക് ചെയ്തു, ഇങ്ങനെ ഉണ്ട്, ഇവിടെ പിക്ക് ചെയ്തെടുത്തു. ഫസ്റ്റ് പിക്ക് ചെയ്യാൻ അവിടെ +1 ഉണ്ടാവും. ആ +1 ലെവലിൽ നമുക്ക് വരക്കാൻ പറ്റും ഡിസൈൻ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് പ്ലെയിൻ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആ പ്ലസ് എവിടെയാണ് കിടക്കുന്നത് ആ വീൽ നമുക്ക് വരക്കാൻ പറ്റുള്ളൂ. ഇതവിടെ ഫിനിഷ് ഇട്ട് കൊടുക്കുക. നമുക്ക് ആ ഇതിൽ സെലക്ട് പ്രൊഫൈൽ ഉണ്ട്, നമുക്ക് ഷേപ്പ് വരക്കാൻ വേണ്ടി സെലക്ട് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആ പ്ലസ് നിൽക്കുന്ന വ്യൂ, അതായത് ഫ്രണ്ട് വ്യൂലാണ് എടുക്കുന്നത്. അപ്പോൾ എടുത്ത് കൊടുത്തു. ഇനി ഇവിടെ ഡിസൈൻ വരക്കാം, നമുക്ക് ലൈനോ റെക്റ്റാങ്കിൾ എന്തെടുത്ത് വരക്കാം. നമുക്ക് എന്തിങ്ങനെ കട്ടിങ്, ചെറിയ കട്ടിങ്, ഉദാഹരണത്തിന് ഇങ്ങനെ കട്ടിങ് ഇട്ട് കൊടുത്തു, നേരെ ഇങ്ങനെ വരച്ചിട്ട് കൊടുത്തു. എന്ത് ചെയ്യുക, ഫിനിഷ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഫിനിഷ് കൊടുത്താലും നേരെ ഉണ്ടാവും, നമ്മൾ കൊടുത്ത ഡിസൈൻ കൂടി ഡിസൈൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഏത് മോഡലും നമുക്ക് എന്താ മഴവെള്ളപ്പാത്തി ചെയ്യാൻ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യുക, വരച്ചുണ്ടാക്കാനൊക്കെ പറ്റും. പാരപ്പറ്റ് വാൾ ഒക്കെ വരച്ചുണ്ടാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ സ്വീപ്പ് എടുത്തു, പിന്നെ പിക്ക് പാത്ത് എടുത്തിട്ട് എന്ത് ചെയ്തു, ഞാൻ ഇവിടെയും ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ അതിന് നമുക്ക് അതുവരെ പോകേണ്ട ആവശ്യമില്ല. എസ്കേപ്പ് അടിക്കിട്ട് എന്ത് ചെയ്യുക, വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഇത് നമുക്കിങ്ങനെ വീണ്ടും മാറ്റുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ പ്ലസ് ഈ വീലാണ് എടുക്കുന്നത്. ഇനി ഫിനിഷ് ഇട്ട് കൊടുത്തു, സെലക്ട് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തു, എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തു, കറക്റ്റ് ആ വ്യൂ ഇട്ട് കൊടുത്തു. ഇവിടെ വരച്ചിട്ട് കൊടുക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ലൈൻ എടുത്തിട്ട് നമുക്ക് അങ്ങനെ കട്ടിങ് ഇട്ട് കൊടുക്കണമെങ്കിൽ കട്ടിങ് ഇട്ട് കൊടുക്കുക. ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തു. അത് പാരപ്പറ്റ് വാള വരക്കാൻ പോകുന്നത്, അങ്ങനെ ഇട്ട് കൊടുക്കുക, അങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ ഇങ്ങനെ നമുക്ക് ആർക്ക് ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ആർക്ക് എടുത്തിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചാരിപ്പിടി പോലെ ഡിസൈൻ ചെയ്യണമെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യാം. ഈ ലൈന് വീണ്ടും ലൈൻ എടുത്തു, നേരെ എന്ത് ചെയ്തു, നേരെ ക്ലോസ് ചെയ്തു. ഞാനിവിടെ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഫിനിഷ് ഇട്ട് കൊടുക്കുക, വീണ്ടും ഫിനിഷ് ഇട്ട് കൊടുക്കുക. ഉണ്ടോ, നേരെ അങ്ങനത്തെ ഷേപ്പായി മാറും. വെറുതെ വരച്ചതിനുള്ളൂ, അങ്ങനെ വരക്കുകയോ ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെ ഏത് മോഡൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് ഇതേപോലെ എന്ത് ചെയ്യാം നമുക്ക് ഇല്ല. അപ്പോൾ എക്സ്ക്ലൂഷൻ വെച്ച് നമുക്ക് ഒരു സൈഡിലേക്ക് സ്റ്റെപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. 2 സൈഡിലേക്ക് സ്റ്റെപ്പ് ഇതേപോലെ വരണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതേപോലെ കൊടുത്താൽ മതി. സ്വീപ്പ് വെച്ച് ഇത് കൊടുത്താൽ മതി. അതൊക്കെ ഡിലീറ്റ് ചെയ്തോളൂ. അപ്പോൾ അതാണ് സ്വീപ്പിൽ പറയാനുള്ളത്. അടുത്തത് സെപ്റ്റ് ബ്ലെൻഡ്. സെപ്റ്റ് ബ്ലെൻഡ് ഉദ്ദേശിക്കുന്നത് ബ്ലെൻഡ് തന്നെയാണ്, അതൊരു പാത്ത് കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സെപ്റ്റ് ബ്ലെൻഡ് ഉപയോഗിക്കുന്നത്. സെപ്റ്റ് ബ്ലെൻഡ് എടുത്തു. നമുക്ക് സ്കെച്ച് പാത്ത്, പിക്ക് പാത്ത് ഉണ്ട്, ഏത് പാത്ത് വരക്കും. തൽക്കാലം സ്കെച്ച് പാത്ത് എടുത്തു. നമുക്ക് എന്ത് ചെയ്യുക, ലൈൻ എന്തെങ്കിലും ലൈൻ എടുക്കുക, എന്തും വരക്കുക, ഇട്ട് കൊടുത്തു. എന്നിട്ട് ഫിനിഷ് ഇട്ട് കൊടുക്കുക.
ഇനി സെലക്ട് പ്രൊഫൈൽ 1 എടുത്തു, 8 പ്രൊഫൈൽ എടുത്തു. അപ്പോൾ പ്രൊഫൈൽ 1 എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് പോർഷൻ. ഞാൻ അവിടെ ഒരു ഷേപ്പ് വരക്കാണ്. നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇങ്ങനെ തിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, എന്ത് ഷേപ്പുകൾ വരക്കാം. അപ്പം അങ്ങനെ വരച്ചിങ്ങനെ ആ ഷേപ്പ് ആ ലെവലിൽ ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഷേപ്പ് റെക്റ്റാങ്കിളോ എന്തെങ്കിലും വരച്ചിട്ട് കൊടുത്തു. ഇതൊരു ഫിനിഷ് ഇട്ട് കൊടുത്തു. സെലക്ട് പ്രൊഫൈൽ എടുത്തു, 8 പ്രൊഫൈൽ എടുത്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ നേരെ തിരിച്ചിട്ട് എന്ത് ചെയ്യാം, അതാ ഇവിടെ ചെറിയ സർക്കിളോ എന്തെങ്കിലും ചെറിയ സർക്കിൾ വെച്ചിട്ടു ഒരു ചെറിയ സർക്കിൾ എന്തെങ്കിലും വരക്കാം അവിടെ. നേരെ ഫിനിഷ് ഇട്ട് കൊടുക്കുക. വീണ്ടും ഫിനിഷ് കൊടുത്താൽ നേരെ എന്തായി, സോഫ്റ്റ് ബ്ലെൻഡായി മാറി. അപ്പോൾ അതാണ് സോഫ്റ്റ് ബ്ലെൻഡിൽ പറയാനുള്ളത്.